ഫസ്റ്റ് വീഡിയോയിൽ നമ്മൾ സ്ട്രീം പ്രൊവൈഡർ ഡിസ്കസ് ചെയ്തു. നമ്മളൊരു ബിറ്റ് കോയിന്റെ റിയൽ ടൈം ആയിട്ട് പ്രൈസ് ട്രാക്ക് ചെയ്യുന്ന ഒരു ആപ്പ് നമ്മൾ ബിൽഡ് ചെയ്തു. ഓക്കെ, സോ ഇതിപ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിരുന്നത് നമുക്ക് നെക്സ്റ്റ് പ്രൊവൈഡർ നോക്കാന്നുള്ളതായിരുന്നു, നമ്മളെ നോട്ടിഫയർ പ്രൊവൈഡർ. ബട്ട് ആക്ച്വലി ഇത് അതല്ല. ഞാൻ ഈ ഒരു ബിറ്റ് കോയിന്റെ ഇത് ചെയ്തപ്പോൾ എനിക്ക് തോന്നി ഈ ഒരു മോഡിഫയർ, അതായത് നമ്മളെ ഫാമിലി മോഡിഫയർ, രണ്ട് മോഡിഫയർ ഉണ്ട് റിവർ ബോർഡിന് പറഞ്ഞിരുന്നു, ഫാമിലി ഓട്ടോ ഡിസ്പോസും ഫാമിലിയും. അപ്പോൾ ഈ ഫാമിലി മോഡിഫയറിന്റെ ഒരു എക്സാമ്പിൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ആപ്പാണ് നമ്മളെ ബിറ്റ് കോയിന്റെ ആപ്പ്. സോ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് എങ്ങനെ ഫാമിലി മോഡിഫയർ യൂസ് ചെയ്യാന്നുള്ളത് നോക്കാം. എങ്ങനെ നമുക്ക് റിവർ ബോർഡിന്റെ അകത്ത് നമുക്ക് കസ്റ്റം ഡാറ്റ അല്ലെങ്കിൽ പാരാമീറ്റേഴ്സ് എങ്ങനെ പാസ് ചെയ്യാന്നുള്ളത് നോക്കാം. സോ ഫാമിലി മോഡിഫയർ യൂസ് ചെയ്യാൻ ഈസിയാണ്. ജസ്റ്റ് നമ്മളെ പ്രൊവൈഡറിന്റെ ടൈപ്പിന്റെ ശേഷം എന്ത് ചെയ്യുക, ഡോട്ട് ഫാമിലി എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അതിന് ശേഷം നമ്മളെ എന്ത് ഡാറ്റയാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്, നമ്മളെ കേസിൽ നമുക്ക് സ്ട്രിങ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഔട്ട്പുട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യണം, നമുക്ക് ഏത് ഡാറ്റ ഇവിടെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. അപ്പോൾ ബിറ്റ് കോയിന്റെ പകരം നമുക്ക് നമുക്ക് ഇവിടെ കോയിൻ ക്യാപിൽ പോയാൽ ഇവിടെ ഇത്തീരിയം ഉണ്ട്, മൊണേറോ, ലൈറ്റ് കോയിൻ ഒക്കെ ഉണ്ട്. നമുക്ക് എന്ത് ചെയ്യണം, അതൊക്കെ പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റണം. ഏതെങ്കിലും നമുക്ക് ഇഷ്ടമുള്ളത് യൂസറിനെ സെലക്ട് ചെയ്യാനുള്ള ഒരു പോലെ നമുക്ക് ചെയ്യാൻ പറ്റണം. അങ്ങനത്തെ ഒരു ലെവലിൽ നമുക്കുള്ളോട്ട് മാറ്റണം എന്നുണ്ടെങ്കിൽ ഭയങ്കര സിമ്പിൾ ആണ്. നമുക്ക് എന്താണ് പാസ് ചെയ്യുന്ന ഡാറ്റ എന്താണ്, സ്ട്രിങ് ആണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്യാം, നമ്മൾ റിട്ടേൺ ടൈപ്പും പാസ് ചെയ്യുന്ന ടൈപ്പും കൊടുക്കുക. പിന്നെ നമ്മളെ റഫിൻ്റെ അടുത്ത് ഒരു കോമറ്റ് ഇട്ടിട്ട് നമ്മളെ അതിൻ്റെ നെയിം കൊടുക്കുക. നമ്മളെ കേസിൽ നമ്മളെ കോയിൻ എന്ന് കൊടുക്കുക, ഏത് കോയിനാണ് വേണ്ടി എന്നുള്ളത്. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഇവിടെ ഉണ്ടോ നമ്മളെ ബിറ്റ് കോയിൻ്റെ ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യണം, ബിറ്റ് കോയിൻ നമ്മൾ മാനുവലി കൊടുക്കുന്നതിൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ കോയിൻ പാസ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് എന്താണ്, നമുക്ക് ഏത് വാല്യൂ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും, പാസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഏത് കോയിൻ നമുക്ക് എന്ത് ചെയ്യാം, പാസ് ചെയ്യാം. ആ സെയിം പ്രോസസ്സ് എന്ത് ചെയ്യണം, നമ്മളെ സ്ട്രീം പ്രൊവൈഡറിലും ചെയ്യണം. ഫാമിലി ഇതിൻ്റെ അകത്ത് നമ്മളെ മാപ്പ്, നമ്മൾ റിട്ടേൺ ടൈപ്പിൻ്റെ ശേഷം ഒരു സ്ട്രിങ് പാസ് ചെയ്യണം, നെയിം കൊടുക്കുക, കോയിൻ. എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ആ ഒരു വെബ് സോക്കറ്റ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഇറർ വന്നിട്ടുണ്ട്, നമുക്കൊരു ഇതുണ്ട് എന്നുള്ളത്, സ്ട്രിങ് ടൈപ്പ് പ്രൊവൈഡർ. ഓക്കെ, ഇതൊരു എക്സ്പെക്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. സോ ഈ വെബ് സോക്കറ്റ് പ്രൊവൈഡറിൻ്റെ അകത്ത് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഈ കോയിൻ പാസ് ചെയ്യണം. സിമ്പിളാണ്. നമ്മൾ ഒരു ഫംഗ്ഷനിലോട്ട് എങ്ങനെയാണോ ഡാറ്റ പാസ് ചെയ്യൽ, പാരാമീറ്ററിലോട്ടുള്ള ഡാറ്റ പാസ് ചെയ്യൽ, അതേപോലെ തന്നെയാണ് എന്ത് ചെയ്യുക, ഒരു ഇതിട്ടിട്ട് ബ്രാക്കറ്റ്സ് ഇട്ടിട്ട് കോയിൻ എന്ത് ചെയ്യുക, പാസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സംഭവം ഇവിടെ ഉള്ള പരിപാടി കഴിഞ്ഞു. ഇപ്പം എന്താണ്, ഇവിടെ നമ്മൾ ഒരു കോയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ പാസ് ചെയ്യുന്ന കോയിൻ എന്ത് ചെയ്യും, ഇവിടെ പോയിട്ട് അതാവും നമ്മുടെ URL പാസ് ചെയ്യുന്ന ഡാറ്റ. സോ അത്രേ ഉള്ളൂ. ഇനി നമ്മളെ UI-ലോട്ട് പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇറർ വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, സെയിം മെത്തേഡ് പാസ് ചെയ്യാം. ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ബിറ്റ് കോയിൻ പാസ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഉള്ളൊരു ഇത് നിങ്ങൾ നോക്കേണ്ടത്, ഞാനിപ്പോൾ കോംപ്ലക്സ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ഞാനിപ്പോൾ മാനുവലി ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ആപ്പ് ഇപ്പോൾ ക്രാഷ് ആയിട്ടുണ്ട്, കാരണം നമ്മൾ കാര്യമായ ഒരു ചേഞ്ച് ആണ് ഇപ്പോൾ വരുത്തിയത്. നമുക്ക് എന്താ ക്ലോസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഫസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഞാനിവിടെ UI ഇതൊന്നും കൊടുക്കണില്ല. UI നമുക്ക് കാര്യമായ ചേഞ്ച് ഒന്നും വരുത്തണില്ല. ബട്ട് എങ്ങനെ ഫാമിലി നമുക്ക് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതേ കാണിച്ചിട്ടുള്ളൂ. നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, കുറച്ചും കൂടി നമുക്ക് ഒരു ടാസ്ക് ആയിട്ട് വേണമെങ്കിൽ എടുക്കാം. ഞാൻ നേരത്തെ ഇത് സ്ട്രീം പ്രൊവൈഡർ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു, ഇതുപോലെ എന്താ നമുക്ക് കസ്റ്റം യൂസേഴ്സിന് അവർക്ക് ഇഷ്ടമുള്ള ബിറ്റ് കോയിന്റെ, അതായത് ഇഷ്ടമുള്ള ക്രിപ്റ്റോ കറൻസിന്റെ പ്രൈസ്, റിയൽ ടൈം പ്രൈസ് നോക്കുന്ന രീതിയിൽ വേണമെങ്കിൽ ഡ്രോപ്പ് ഡൗൺ ബട്ടൺ ഒക്കെ കൊടുത്തിട്ട് സെലക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലോട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇത് UI മാറ്റാൻ പറ്റും. ഞാനിത് ജസ്റ്റ് ഒരു ഫാമിലിന്റെ ഒരു ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത് ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. അതാണ് പറ്റിയൊരു പ്രൊജക്ട് കിട്ടിയപ്പോൾ അതാണ് ചെയ്തതാണ്. സോ ഞാൻ നേരത്തെ ആ വീഡിയോ ചെയ്യാതിരിക്കാൻ കാരണം അത് നല്ല ലെങ്ത് കൂട്ടണ്ടാച്ചിട്ടാണ്. സോ നമുക്ക് ഇതൊരു ചെറിയ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുകയും ചെയ്യാം. അപ്പോൾ റിയൽ വേൾഡ് എക്സ്പ്ലനേഷൻ കിട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ അല്ലേ. അപ്പോൾ നമുക്ക് മനസ്സിലായി എങ്ങനെ നമുക്ക് ഡാറ്റ പാസ് ഫാമിലി മോഡിഫയർ യൂസ് ചെയ്തിട്ട് എങ്ങനെ പ്രൊവൈഡറിൽ നമുക്ക് ഡാറ്റ പാസ് ചെയ്ത് കൊടുക്കുക എന്നുള്ളത് ഒരു ഐഡിയ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇതുപോലെ നമുക്ക് സിംഗിൾ ഡാറ്റ അല്ല, നമുക്കിപ്പോൾ ഒരു മൾട്ടിപ്പിൾ ഡാറ്റാസ് പാസ് ചെയ്യാം. അപ്പം നമുക്ക് ഡബിൾ കൊടുത്തതിന് പകരം നമുക്കൊരു മോഡൽ ക്രിയേറ്റ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ഒരു മാപ്പ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, മൾട്ടിപ്പിൾ ഡാറ്റാസ് പാസ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ നമുക്ക് നമ്മുടെ ആപ്പ് ബിൽഡ് ആയിട്ടുണ്ട്. നമ്മളെ ബിറ്റ് കോയിൻ ഇവിടെ വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ചെയ്യാൻ പോണത്, ബിറ്റ് കോയിൻ്റെ പകരം നമുക്ക് ഇവിടുന്ന് നമ്മളെ ഡോക്യുമെന്റേഷനിൽ പോയാൽ ഇത്തീരിയം കൊടുക്കാം. ഇമേജ് അപ്ഡേറ്റ് ആവുന്നുണ്ട്, കാരണം നമ്മൾ ഇമേജ് നമ്മൾ കോൺസ്റ്റന്റ് ഒരു സ്ട്രിങ് കൊടുത്തിട്ടതാണ്. നമ്മൾ ഇത്തീരിയം സേവ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ, ലോഡ് ആവുന്നുണ്ട് കണ്ടോ. ഇപ്പൊ ഇത്തീരിയമായി, പ്രൈസും നെയിമും മാറിയിട്ടുണ്ട്, ഇത്തീരിയത്തിന്റെ ഡാറ്റ വന്നിട്ടുണ്ട്. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ലിറ്റ് കോയിൻ കൊടുത്തു നോക്കാം. ലിറ്റ് കോയിൻ പാസ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് ലിറ്റ്കോയിൻ്റെ പ്രൈസും നെയിമുമാണ് കിട്ടല്. സോ ഇതിങ്ങനെ നമ്മൾ ഫാമിലി മോഡിഫയർ ഇതിനാണ് നമ്മൾ യൂസ് ചെയ്യല്, ഈ ഒരു പർപ്പസിനാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ റിയർപോർട്ട് യൂസ് ചെയ്ത് നമ്മൾ UI ഭയങ്കര സിമ്പിൾ ആവും. UI ഉള്ള ലോജിക്കും ഒക്കെ ഭയങ്കര സിമ്പിൾ ആവും ഇതിനെ കുറിച്ച് നിങ്ങൾ കൂടുതൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ. സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മൾ ലിറ്റ്കോയിൻ വന്നിട്ടില്ല, എൻ്റെ നെറ്റ് കുറച്ച് സ്ലോ ആണ്. അല്ലല്ല, വന്നു. ഓക്കെ, സോ നമ്മൾ ലിറ്റ്കോയിൻ്റെ ഇവിടെ വന്നിട്ടുണ്ട്. ലിറ്റ്കോയിന് പ്രൈസ് കുറവാണ്. ഓക്കെ, സോ ബേസിക്കലി ഇതാണ് സംഭവം. ഇങ്ങനെ ഫാമിലി മോഡിഫയർ യൂസ് ചെയ്യാന്നുള്ള ഒരു ചെറിയ വീഡിയോ ആണ് ചെയ്തത്. നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതൽ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമായിട്ട് ഡാറ്റ UI-ലൂടെ ഡാറ്റ നമുക്ക് പാസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റില്ല. ഈ ChatGPT നോക്കുക, അങ്ങനെ ChatGPT നോക്കിയിട്ട് എങ്ങനെ അത് പാസ് ചെയ്യുക എന്നുള്ളത് നോക്കുക. ഈ സെയിം കോഡ് ബേസ് ചെയ്യാൻ യൂസ് ചെയ്താൽ മതി. ഇതിൽ കൂടി എങ്ങനെ നമുക്ക് കസ്റ്റമായിട്ട് ഒരു ഡ്രോപ്പ് ഡൗൺ ബട്ടൺ കൊടുത്തിട്ട് എന്നിട്ട് അതിൻ്റെ അകത്ത് കുറച്ച് നെയിംസ് കൊടുക്കുക, നമ്മളെ കോയിൻസിൻ്റെ ഇതുപോലുള്ള കുറച്ച് നെയിംസ് കൊടുക്കുക. ആ നെയിംസ് എന്ത് ചെയ്യുക, ഡയറക്റ്റ് നമ്മുടെ പ്രൊവൈഡറിലോട്ട്, സ്ട്രീം പ്രൊവൈഡറിലോട്ട് എങ്ങനെ പാസ് ചെയ്യുക എന്നുള്ളത് അത് നിങ്ങൾ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്കുള്ള ടാസ്ക് ആയിട്ട് തരികയാണ്. ഇതിൻ്റെ സൊല്യൂഷൻ കാര്യങ്ങളൊന്നും ഞാൻ വീഡിയോ ആയിട്ടൊന്നും ചെയ്യില്ല. അത് ഞാൻ ജസ്റ്റ് ഒരു ടാസ്ക് കാര്യങ്ങൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി. നിങ്ങൾക്ക് ബെറ്റർ ആവണമെന്നുണ്ടെങ്കിൽ ചെയ്യാതിരിക്കാം, അത് നിങ്ങളുടെ ഇഷ്ടം. സോ ദാറ്റ്സ് ഇറ്റ് ഗൈസ്. ഞാൻ ഇത്ര ഭയങ്കര ഷോർട്ടായിട്ട് ചെയ്യാൻ വിചാരിച്ച വീഡിയോ ആണ്. ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ. ഓക്കെ, ദെൻ ബൈ.